ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ആദ്യത്തേതും അവസാനത്തേതും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ച്, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹപ്രവൃത്തികൾ നോക്കൂ. അവൻ സ്നേഹപൂർവ്വം യോഹന്നാന്റെ മേൽ കൈവച്ചു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. കർത്താവ് അവൻ്റെ ഭയം നീക്കുക മാത്രമല്ല, എന്നാൽ അവനെ ആശ്വസിപ്പിച്ചു, അവനെ ആലിംഗനം ചെയ്തു. സപ്തനക്ഷത്രങ്ങളെ പിടിച്ച അതേ വലങ്കൈ യോഹന്നാനിൽ സ്നേഹപൂർവ്വം അമർന്നു. ഇന്നും കർത്താവിൻ്റെ ആണിത്തറച്ച കൈകൾ നിങ്ങളെ ആശ്വസിപ്പിക്കുകയും നിങ്ങൾക്കായി ഒരു അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്യും. ഒരമ്മ എന്ന നിലയിൽ അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. യെരുശലേമിൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമെന്ന് അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവൻ തൻ്റെ സ്നേഹമുള്ള വചനം കൊണ്ടും തൻ്റെ വലങ്കൈ കൊണ്ടും നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങളുടെ എല്ലാ ഭയങ്ങളിൽ നിന്നും അവൻ നിങ്ങളെ വീണ്ടെടുക്കുകയും നിങ്ങളെ വിടുവിക്കുകയും ചെയ്യും. മറുരൂപ മലയിൽ സമാനമായ ഒരു അനുഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് വായിക്കാം. കർത്താവായ യേശു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരു പ്രകാശമേഘം അവരുടെ മേൽ നിഴലിട്ടു. പെട്ടെന്ന് മേഘത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, അവനെ കേൾക്കൂ എന്ന്. ഇത് മത്തായി സുവിശേഷം 17-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. ഇത് കേട്ട് ശിഷ്യന്മാർ ഭയന്ന് നിലത്തു വീണു. കർത്താവായ യേശു വന്ന് അവരെ തൊട്ട് അവരോട് പറഞ്ഞു, എഴുന്നേൽക്കൂ, ഭയപ്പെടേണ്ട എന്ന്. ഇത് മത്തായി സുവിശേഷം 17-ാം അധ്യായം 7-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. ദൈവമക്കളെ, എന്ത് ഭയങ്ങളാണ് നിങ്ങളെ വിഷമിപ്പിക്കുന്നത്? നിങ്ങളുടെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ഭയമോ, ദുഷ്ടന്മാരോടുള്ള ഭയമോ, മരണഭയമോ ആകട്ടെ, ഭയപ്പെടേണ്ട എന്ന് ദൈവം പറയുന്നു. അവൻ നിങ്ങളുടെ എല്ലാ ഭയവും നീക്കും. അത് സങ്കീർത്തനക്കാരൻ്റെ സാക്ഷ്യമാണ്. ഞാൻ കർത്താവിനെ അന്വേഷിച്ചു, അവൻ എൻ്റെ അപേക്ഷ കേട്ടു, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് സങ്കീർത്തനം 34-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. നിങ്ങളെ ആശ്വസിപ്പിക്കാൻ കർത്താവ് അവൻ്റെ നാമം നൽകുന്നു. അവൻ തൻ്റെ വലങ്കൈ നിന്റെ മേൽ വെച്ചുകൊണ്ട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു എന്ന്. ഇത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. എന്താണ് ഇതിനർത്ഥം? ആദിയിൽ ഉണ്ടായിരുന്ന ദൈവം അവസാനം വരെ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്നതാണ്. അവൻ നിങ്ങളെ തുടക്കം മുതൽ അവസാനം വരെ നയിക്കും എന്നതും. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ രചയിതാവായ അവൻ നിങ്ങളുടെ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കാൻ നിങ്ങളെ സഹായിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും പ്രമാണിപ്പാൻ അവരെ പഠിപ്പിപ്പീൻ. ഇതാ, യുഗാന്ത്യം വരെ ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്, ആമേൻ എന്ന് മത്തായി സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ കാണുന്നു. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട. ഇസ്രായേലിന്റെ രാജാവും അവന്റെ വീണ്ടെടുപ്പുകാരനും സൈന്യങ്ങളുടെ കർത്താവും ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാണ്, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല എന്ന്. ഇത് യെശയ്യാവ് 44-ാം അധ്യായം 6-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. അന്ത്യം അല്ലെങ്കിൽ അവസാനം എന്ന പദത്തിന്റെ അർത്ഥം വൈകുക എന്നതല്ല, മറിച്ച് ഈ വാക്കിന്റെ അർത്ഥം ശാശ്വതമായി മാറ്റമില്ലാത്തത് എന്നാണ്. പഴയ നിയമത്തിൽ ഒന്നാമനായിരുന്ന അവൻ ഇപ്പോൾ പുതിയ നിയമ കാലഘട്ടത്തിൽ അവസാനമുള്ളവനായി കാണുന്നു. ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തു പഴയ നിയമവും പുതിയ നിയമവുമായി അവൻ നമ്മുടെ പൂർവീകരോടൊപ്പമുള്ളവനാണ്, ഇന്നും നമ്മോടൊപ്പമുള്ളവൻ തന്നെയാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യെശയ്യാവ് 41-ാം അധ്യായം 4-ാം വാക്യം. അത് പ്രവർത്തിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തു. ആദ്യം മുതൽ തലമുറകളെ വിളിച്ചവൻ യഹോവയായ ഞാൻ ആദ്യനും അന്ത്യന്മാരോട് കൂടെ അനന്യനും ആകുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ എസ്തേർ 1-2 അധ്യായങ്ങൾ, വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.